ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ലിയ ബേബിയുടെ സെക്കൻഡ് ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ലിയ ബേബിയുടെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ബാത് ക്രോയിസ്നാലുള്ള ഒരു വാൾഡിലാണ് ഒത്തുചേർന്നിരിക്കുന്നത്. ഇതൊരു പിക്നിക് ഒരു സ്പോട്ടാണ്. നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വാൾഡിൻ്റെ ഏരിയ ആണ്. അങ്ങോട്ടുള്ള യാത്രയും അതിനോടനുബന്ധിച്ചുള്ള ബർത്ത്ഡേ സെലിബ്രേഷനുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. So welcome to our brand new episode of Travel on Roads. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഒരു വലിയൊരു ഫോറസ്റ്റിന് നടുവിലാണ് ഈ കാണുന്ന കൗ മൗണ്ടൻ ഗ്രിൽ ആൻഡ് ചിൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്രിൽ പ്ലാറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഗ്രില്ല് ചെയ്യാനും അതുപോലെ തന്നെ ബാർബിക്യൂ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും എല്ലാം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കിൻഡർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കായാലും അത്യാവശ്യം അവിടെ നടക്കാനും അവിടെ ആ ഒരു വാൾഡിലെ ആ ഒരു ഏരിയ വളരെ രസകരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ കാണുന്ന രീതിയിലാണ് അവിടുത്തെ കിൻഡർ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുള്ളും മരത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ കാണുമ്പോൾ ഇവിടെ തീർത്തും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള രീതിയിൽ അവർ മരത്തിലാണ് ഈ കാണുന്ന സ്ട്രക്ചറുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഈ കാണുന്ന ഈ മരത്തിൻ്റെ ചീളുകൾ കുട്ടികൾ അവിടെ നടക്കുമ്പോൾ അവർക്ക് കൂടുതലും അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നമുക്ക് സുഗമമായുള്ള രീതിയിൽ കുട്ടികൾക്ക് അവിടെ കളിക്കാനൊക്കെ ആയിട്ട് സാധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് സമയം നമ്മുടെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരും എക്സ്പ്ലോർ ചെയ്തു. നമുക്ക് ബർത്ത്ഡേയുടെ സെലിബ്രേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സും എല്ലാം നമുക്ക് അവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ പ്ലാറ്റ്സിൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ. ഈ ഒരു പാർക്കിൽ നമുക്ക് ഇതുപോലൊരു പ്ലേസ് കിട്ടണമെങ്കിൽ ഒരു 3 to 4 months എങ്കിലും കാത്തിരിക്കണം ബുക്ക് ചെയ്തിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ സീസണിൽ ഇതുപോലൊരു പ്ലാറ്റ്സ് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെപ്പാ പിഗിൻ്റെ തീമിലുള്ള കേക്കും എല്ലാമായിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ആ ഒരു പ്ലാറ്റ്സിൽ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കൂഹ്ബർഗ് എന്ന് പറയുന്ന ഈ വാൾഡ് ഏരിയ വേൾഡ് വാർ ഫസ്റ്റും വേൾഡ് വാർ സെക്കൻഡും നടന്നിട്ടുള്ള സമയങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലാൻഡ് ഏരിയ ആയിരുന്നു. ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഇതുപോലെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു റിക്രിയേഷൻ സെൻറ്റർ, അതുപോലെ നമുക്ക് ഫാമിലിയും അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലേക്ക് അവർ മാറ്റിയിരിക്കുന്നത്. Ein Karussell dreht, die Farben wie ein Traum. Kinder rennen, spielen von unter Bäumen. Im Rot die Zeit fliegt, doch heute bleibt sie für Lia stehen. Jeder Moment ein Schatz, den wir nie vergessen sehen. Lias großer Tag, alle sind dabei. Freunde, Familie, die Freude ist frei. Mit Luftballons und Lachen, wir feiern so laut. Lias großer Tag, sie ist unser stolzen Applaus. Steht ganz
അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങളുടെ കേക്ക് കട്ടിങ് സെറിമണി എല്ലാം അവിടെ ഞങ്ങൾ ആഘോഷിച്ചു. അതിനുശേഷം ഞങ്ങളുടെ പാർട്ടി അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഈ പാർക്കിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന ഫെസിലിറ്റീസാണ് ഈ കാണുന്ന കിഡ്സ് പ്ലേ ഏരിയയും അതുപോലെ തന്നെ ഗ്രില്ലിംഗ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും. നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് കൂടെയുള്ള എല്ലാവരുമായിട്ട് അവിടെ ഒരു പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്ത് അങ്ങനെയും നമുക്ക് ആ ഒരു ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ ക്ലോസ്ഡ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഒരു ഹാള്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഹാളും അവൈലബിൾ ആണ്. ഇതാണ് ഈ കാണുന്ന ഒരു ഗ്രിൽ ആൻഡ് ചില്ല് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഒരു 30 പേർക്ക് 20 പേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അവർ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഒരു 2 ടേബിളാണ് ഒരു ചെറിയൊരു ഹട്ടിന് അവർ അവൈലബിൾ ആയിട്ട് തന്നിരിക്കുന്നത്. എക്സ്ട്രാ നമുക്ക് ടേബിൾ വേണമെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതിന് വരുന്നത് നമുക്ക് 30 യൂറോ ആണ് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ട്, നമുക്ക് ഈ ഒരു ഹട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 10 പേർക്കായിട്ടും നമുക്ക് ഒരു ഹട്ട് ലഭിക്കും. അത് ഇതിനേക്കാളും ഒരു ചെറിയൊരു ഹട്ടായിരിക്കും. പിന്നീട് ഗ്രില്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ചാർക്കോൾ കൊണ്ടുവന്ന് നമ്മൾ കനലിൽ ചുട്ടെടുക്കുന്ന പരിപാടിയല്ല. ഇവരുദ്ദേശിക്കുന്നത് നമ്മൾ ഗ്യാസിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ ആയിരിക്കണം നമ്മുടെ ഗ്രില്ലിംഗ് പ്ലാറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ആ ഒരു പ്രിക്കോഷൻസ് അവരെടുക്കുന്നത്. Der Tag gehört nur ihr. Freizeitpark wird magisch, alles strahlt hier. Lias großer Tag, alle sind dabei. Freunde, Familie, die Freude ist frei. Mit Luftballons und Lachen, wir feiern. ഈ വരുന്ന ഓഗസ്റ്റിലാണ് ഇവിടുത്തെ ഒരു കൗ മൗണ്ടൻ ക്ലാസിക് ഡേ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അവിടെ നടക്കാൻ പോകുന്നത്. അതും അതിനുശേഷവും വരുന്ന ഡിസംബർ മാസത്തിൽ വരുന്ന വലിയ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസുമാണ് അവിടെ വെച്ചിരുന്നത്. ഈ കാണുന്ന വലിയൊരു ക്ലോസ്ഡ് ഏരിയയിലാണ് ഒരു 100ഓളം പേർക്ക് ഒരു പാർട്ടി നടത്താൻ പറ്റാവുന്ന രീതിയിൽ ഒരു ഹാള് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കാണാനായിട്ട് സാധിച്ചത് ഇവിടുത്തെ ആ ഒരു വൃത്തിയും അതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട് കൊടുക്കുന്ന ആ ഒരു ബഹുമാനവും തന്നെയാണ്. കുട്ടികൾ കളിക്കുമ്പോൾ അവരുടേതായ രീതിയിൽ ഇഷ്ടം പോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന സന്തോഷം നിറഞ്ഞ ആ ഒരു നിമിഷങ്ങളും, അതുപോലെ തന്നെ വലിയവർക്കായാലും അവരുടേതായ രീതിയിൽ അത്യാവശ്യം സൗണ്ടിൽ പാട്ടൊക്കെ വെച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് അവിടുത്തെ ആ ഒരു പാർക്ക്, അവിടുത്തെ സ്ട്രക്ചറുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ കാണുന്നതാണ് നമ്മുടെ പാർട്ടി ഏരിയ. പാർട്ടി ഏരിയയുടെ അടുത്ത് തന്നെ ഈ കാണുന്ന മരങ്ങളിൽ നിന്ന് വീഴുന്ന, അതായത് പൈൻ മരങ്ങളും മറ്റുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ അറിയായിരിക്കും, നമ്മുടെ ക്രിസ്മസ് ടൈമിലെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് പൈൻ കോൺസ്, അതുപോലെ കൊനീഫർ കോൺസ് എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. ഈ ഒരു ഫ്രൈസൈറ്റ് പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂവിങ് ഏരിയ ആണ്. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ നമുക്ക് ബാദ് ക്രോയിസ്ന സിറ്റിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാന്തപ്രദേശങ്ങളിലെയും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. വലിയ ഒരു ഏരിയ ആണ് ഈ ഒരു പാർക്കുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർക്ക് വലിയൊരു മലമുകളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു നല്ലൊരു സൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന മൗണ്ടൻ ആയതുകൊണ്ടായിരിക്കണം വേൾഡ് വാർ ഫസ്റ്റ് സമയങ്ങളിൽ ഇവിടെ ഒരു വുഡൻ റേഡിയോ മസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഒരു ആൻറ്റിന സ്ഥിതി ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിൽ ഇവിടെ ഫ്ലൈറ്റ് മൂവ്മെൻറ്റ്സും ഉണ്ടായിരുന്നതായിട്ട് രേഖകളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് ജർമ്മനിയിൽ കാണാനുണ്ട്. അങ്ങനെ അടുത്ത ഒരു വീഡിയോയും അതുപോലെയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സോ ഇതായിരുന്നു ഞങ്ങളുടെ ടീം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്. Schüttel Beine, schüttel Hand, mach uns fröhlich.
bunt, ein Lächeln auf jedem Kindermund.